യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടി അറിയിക്കുവാൻ കർത്താവ്. നമുക്ക് തിരുവചന ചിന്തകളിലേക്ക് കടന്നു പോകാം. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായിട്ട് നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം നമുക്ക് കുറിവാക്യമായിട്ട് വായിക്കാം. റോമൻസ് 15:13. റോമൻസ് 15:13 ആണേ. റോമൻസ് എന്ന് യേശയ്യാവ് പറയുന്നു. കിട്ടിയെങ്കിൽ ആർക്കും കിട്ടിയെങ്കിൽ വായിക്കാം. അത് തന്നെ സ്തോത്രം. അത് തന്നെ ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. യേശയ്യാവ് പറയുന്നു, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഇംഗ്ലീഷിൽ അത് പറഞ്ഞിരിക്കുന്നത്, നൗ മേ ദ ഗോഡ് ഓഫ് ഓൾ ഹോപ്പ് fill you with all joy and peace in believing that you may abound in hope by the power of the Holy Spirit of God. നമ്മളെ ദൈവത്തിൻ്റെ പ്രത്യാശയാൽ നിറയ്ക്കുവാൻ അവിടെ പറഞ്ഞിരിക്കുന്നു, പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും. അപ്പോൾ ദൈവം പ്രത്യാശ നൽകുന്ന ദൈവമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. പിന്നെ പറയുന്നു സകല സന്തോഷവും. ഒരു സന്തോഷമല്ല, രണ്ടല്ല, സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവസഭയോട് പറയുകയാണ്. യേശയ്യാവ് പറയുന്നു, അവിടെ പറഞ്ഞു എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പറയുകയാണ്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് ഒരു സമൃദ്ധി നമുക്ക് നൽകുവാനാണ്. ഭൗതിക മണ്ഡലത്തിൽ സമൃദ്ധി കർത്താവ് നൽകട്ടെ. ആത്മീയ ജീവിതത്തിലും സമൃദ്ധി നൽകുവാൻ ആഗ്രഹിക്കുന്ന ദൈവം അവിടെ പറയുന്നു, സമൃദ്ധിയായി സന്തോഷം കൊണ്ട്, സമൃദ്ധിയായ സമാധാനം കൊണ്ട്, സമൃദ്ധിയായ വിശ്വാസം കൊണ്ട്, സമൃദ്ധിയായ പ്രത്യാശ കൊണ്ട് നമ്മളെ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം. ഒരു നിറവ് ഇന്ന് നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ, ലോകത്തിൽ എല്ലാം കിട്ടിയാലും, ലോകത്തിൽ സകല സമ്പത്ത് കിട്ടിയാലും, നമുക്ക് ലോകത്തിൽ സകല ഉന്നത പദവികൾ കിട്ടിയാലും, നമ്മുടെ ജീവിതത്തിൽ ഇതില്ലെങ്കിൽ മറ്റെല്ലാം വൃദ്ധമായി തീരുന്നു. ഇത് പലപ്പോഴും നമുക്ക് എല്ലാം ഉണ്ടെങ്കിലും പലർക്കും ഒരു പ്രത്യാശയില്ല. ഹല്ലേലൂയ. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് ഏതവസ്ഥയാണെങ്കിലും അതിൻ്റെ മധ്യത്തിലും നമ്മൾ പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ആയിരിക്കാനാണ്. അപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ചുറ്റും ഭീതികരമായ പല വാർത്തകളും കേൾക്കുമ്പോൾ, പല തരത്തിലുള്ള ജീവിതത്തിൽ കഴിഞ്ഞ നാളില്ലാത്ത വൈഷമ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ പലപ്പോഴും ഒറ്റപ്പെടലുകളുടെ അനുഭവത്തിലായിരിക്കുമ്പോൾ, ഏകാന്തതകളുടെ അനുഭവത്തിലായിരിക്കുമ്പോൾ, പലവിധത്തിലായ രോഗത്തിൻ്റെതായ അവസ്ഥകളിലായിരിക്കുമ്പോൾ, ഭവനത്തിനകത്ത് കുടുംബത്തിൽ ഉള്ള വിഷയങ്ങൾ മുഖാന്തരം പല രീതിയിലുള്ള വിഷയങ്ങൾ നിമിത്തം മനുഷ്യന് സമാധാനം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, കൂരിട്ട് ജാതിയെ മൂടുമ്പോഴും അതിൻ്റെ മധ്യേ വെളിച്ചമായി വെളിപ്പെടുന്ന ഒരു ദൈവമുണ്ട്. അത് ദൈവമക്കളുടെ ജീവിതത്തിൽ നൽകുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു അനുഭവത്തിൽ നമ്മൾ നടക്കുവാൻ, ദൈവസഭ നടക്കുവാൻ, ദൈവമക്കൾ നടക്കുവാൻ, ദൈവമക്കളായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് അതിനുവേണ്ടി ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, സമാധാനമില്ലായിരിക്കുന്ന സന്തോഷമില്ലായിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നിറവ്, അതിൻ്റെ ഒരു സമൃദ്ധി നൽകാനാണ് നമ്മുടെ കർത്താവ് വന്നത്.
ഇന്നത്തെ ദൂത് ഞാൻ വിശ്വസിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ സന്തോഷം അനുഭവിക്കുവാനാണ്. പരിശുദ്ധാത്മാവ് സഹായിക്കുന്ന തലങ്ങളിൽ കർത്താവ് അത് വെളിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രത്യാശ ഉണ്ടാകുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാം തീർന്നെന്ന് ചിന്തിച്ചേക്കാം, ഇപ്പോൾ ഒന്നും നടക്കത്തില്ലെന്നും ചിന്തിച്ചേക്കാം. പക്ഷേ അതിനകത്തെല്ലാം സമാധാനത്തോടെയും സന്തോഷത്തോടെയും നമ്മളെ വഴി നടത്തുവാൻ ആഗ്രഹിക്കുന്ന നല്ല കർത്താവ്. ഇന്ന് ലോകമെമ്പാടുമുള്ള പല സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ രാജ്യങ്ങളിൽ ഹാപ്പിനെസ് ഇൻഡെക്സ് ഉണ്ട്. എനിക്കിന്ന് UAE-യിലുണ്ട്. ആ ഹാപ്പിനെസ് ജനം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഭരിക്കുന്ന ഭരണാധിപന്മാർക്ക് അവിടെ ആയിരിക്കുന്ന ജനം ദുഃഖിച്ചും വിഷമിച്ചും നിരാശപ്പെട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശയും അടിപിടിയും ഒക്കെ ചെയ്ത് നടക്കുവാനല്ല ദൈവം. ഭൂമിയിലുള്ള ഭരണാധിപന്മാർ നല്ല രാജ്യങ്ങൾ പല രാജ്യങ്ങളിലേക്കാരി എല്ലായിടത്തുമല്ല അവരാഗ്രഹിക്കുന്ന ജനം സന്തോഷത്തോടെ ജീവിക്കുവാനാണ്. ഇന്ന് ഹാപ്പിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് എന്ന് പറയപ്പെടുന്നത് നമ്മുടെ കൂട്ടു സഹോദരനായ നിൻസൺ ബ്രദർ താമസിക്കുന്ന രാജ്യമാണ് ഇന്നിപ്പോൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. നിൻസൺ ബ്രദറിനകത്തുണ്ടോയെന്ന് എനിക്കറിയില്ല. സ്തോത്രം. ഫിൻലാൻഡ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഹാപ്പി ആയിരിക്കുന്നൊരു കണ്ടീഷനാണ് അവിടെ. ഇന്ന് എത്ര സുഖം കിട്ടിയാലും മനുഷ്യൻ സുഖത്തിന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക പോരാ. അതൊന്നും ഒരു സമാധാനം തരുന്നില്ല. ദുബായിൽ ഒരു മിനിസ്റ്റർ ഓഫ് ഹാപ്പിനെസ് ഉണ്ടെന്നുള്ള ഞാൻ വിശ്വസിക്കും, ഇപ്പോൾ ഉണ്ടായിരിക്കാം. അവരുടെ ജനത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി അവരെ സന്തോഷമായിട്ടാണോ ജീവിക്കുന്നത് എന്നൊക്കെ നോക്കി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആ പദ്ധതികളിടുന്ന ഒരു മിനിസ്റ്ററുണ്ട്. പക്ഷെ നമുക്കൊരു മിനിസ്റ്ററുണ്ട്, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു ആയിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മുടെ മന്ത്രി. നമുക്ക് സമാധാനം നൽകുവാൻ, സന്തോഷം നൽകുവാൻ, പ്രത്യാശ നൽകുവാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല ദൈവം ഇന്നും ജീവിക്കുന്നു. സ്തോത്രം. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വിശ്വാസം പറയാം. ഞാൻ വിഷമിച്ച് ദുഃഖിച്ച് ഭാരപ്പെട്ട് സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് ആമേൻ ഗുരുതരമായ രോഗാവസ്ഥയിൽ ആയിത്തീരുന്ന സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ദിവസങ്ങളിലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുവാൻ വേണ്ടിയാണ് ദൈവം ജനത്തെ ആമേൻ തൻ്റെ മനുഷ്യനെ സ്വന്തം രൂപത്തിൽ സൃഷ്ടിച്ചത്. കഷ്ടതയില്ല ഉണ്ടോ എന്നുള്ളതല്ല ക്വസ്റ്റ്യനകത്ത്. കഷ്ടത കർത്താവ് വരുന്നത് വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. പക്ഷേ കഷ്ടതയ്ക്കുള്ളിലും വിഷമകരമായ വിഷമസന്ധികളിലും ഒറ്റപ്പെടൽ നമ്മൾ പറഞ്ഞ പോലെ ഏകാന്തതകളിലും ഒക്കെ എന്ത് അനുഭവമാണെങ്കിലും രോഗത്തിൻ്റേതായ അവസ്ഥകളായിരിക്കാം. ഒരുപക്ഷെ പലപ്പോഴും ചുറ്റുവട്ടങ്ങളൊന്നും ഒരു പ്രത്യാശ നൽകാത്ത ഒരു അവസ്ഥയായിരിക്കാം. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. പക്ഷെ അതിൻ്റെ മധ്യേയും നമ്മളെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ജീവിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് വിളിച്ചത്. കാരണം എന്താണ്? കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം മനുഷ്യന് കൊടുക്കാത്തൊരു കാര്യമുണ്ട്. അത് ദുഃഖമാണ്, നിരാശയാണ്, വേദനയില്ല. സ്തോത്രം. തമ്മിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളില്ല, കൂട്ടുബന്ധങ്ങളിൽ. അങ്ങനെ പലതരത്തിൽ നോക്കിയാൽ ഏദൻ പർദീസായിലെ ജീവിതത്തിനകത്ത് ദൈവം ഒരിക്കലും അത് സൃഷ്ടിച്ചിരുന്നില്ല. മനുഷ്യൻ സമാധാനത്തോടെ വസിക്കാൻ തന്നെയാണ് ദൈവം ആഗ്രഹിച്ച്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ UAE-യിലോ അല്ലെങ്കിൽ ഗൾഫ് മേഖലയിലോ ഉള്ള കൊടും ചൂട് അവിടെ ഇല്ലായിരുന്നു. മഴയില്ലായിരുന്നു കേരളത്തിലുള്ള പോലെ, വെള്ളപ്പൊക്കം ഇല്ലായിരുന്നു. ഹല്ലേലൂയ. ഭൂമിയെ നനച്ചുകൊണ്ടിരുന്നു ഒരു ചെറിയ സ്പ്രിംഗ്ലർ പോലത്തെ ഒരു ആമേൻ ഉറവയിലൂടെ. അപ്പോൾ ഒരു അന്തരീക്ഷത്തിന് പോലും ഒരു സ്വസ്ഥതയുണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ ജനത്തെ സ്വസ്ഥതയിൽ നടത്തുവാൻ ആഗ്രഹിച്ച ദൈവം അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത്. പക്ഷേ പിന്നീടാണ് ഈ നമുക്ക് പഴയ കാര്യങ്ങളിലേക്ക് അത് അറിയാവുന്നതുകൊണ്ട് നമുക്ക് കടന്നു പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ആദാം ഹൗവ ദമ്പതികൾ അവരുടെ ജീവിതത്തിൽ വന്നുപോയ ഒരു അനുസരണക്കേട് നിമിത്തം
വന്ന വർഷങ്ങളാണ് ഇതെല്ലാം. അത് കുറഞ്ഞില്ല, അത് കൂടി, ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുക. പക്ഷെ അതിൻ്റെ മധ്യേയും ഇന്നും ദൈവത്തിൻ്റെ സ്വസ്ഥതയോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ നയിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്, രണ്ടാം ആദാമായി. അവിടെ ദൈവം പറയുക, നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിലേക്ക് നീ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പ് പോലും ഇല്ലായിരുന്നു. നോക്കുക, നീ ഉപജീവനം കഴിക്കും, നീ പൊടിയാകും, നീ പൊടിയായിത്തീരും എന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്ത് ഒരു രോഗം പോലും, ജലദോഷം പോലും ഇല്ല, ഒരു തുമ്മൽ പോലും ഇല്ല. സ്തോത്രം. അങ്ങനെ ഒരു ജീവിതത്തെപ്പറ്റി നമുക്ക് സ്വപ്നം കാണാൻ കഴിയുമോ? ഒരു ചെറിയ രോഗം വന്നാൽ തന്നെ നമുക്കറിയാം, ഹല്ലേലൂയ, കാലിനകത്തൊരു വേദന വന്നാൽ അറിയാം, സമാധാനം നഷ്ടപ്പെട്ടു പോവുകയാണ്. പക്ഷെ ദൈവം അങ്ങനെയല്ലായിരുന്നു മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷേ ഈ ഭൂമി അതേ ജീർണതയിലേക്ക് പോകുമ്പോൾ അതിൽ വസിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ഹാപ്പിനെസ് അല്ല ദൈവം തരാൻ ആഗ്രഹിക്കുന്നത്. മലയാളത്തിൽ അതിനൊരു വാക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇംഗ്ലീഷിൽ ഹാപ്പിനെസ് എന്നാണ്, അതുകൊണ്ട് ഹാപ്പിനെസ് എന്ന ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ദൈവം തരാൻ ആഗ്രഹിക്കുന്നത് ജോയ് ആണ്. ജോയ് എന്നുള്ള പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, ഇതിനകത്തുണ്ടോ എന്ന് എനിക്ക്, അല്ലെങ്കിൽ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല പേരാണ്, എനിക്ക് വളരെ ഇഷ്ടമാണ്, നല്ല പേര്, എനിക്കല്ല പലർക്കും ഇഷ്ടമാണ്. എപ്പോഴും ഒരു സന്തോഷം. പക്ഷേ അങ്ങനെ ഒരു പേര് കിട്ടിയിട്ട് കാര്യമില്ല. സന്തോഷം എന്നുള്ള പേരും നല്ലതാണ്. സ്തോത്രം. എൻ്റെ പേര് ജോണെന്നാ, അതിൻ്റെ അർത്ഥം സ്നേഹം എന്നാ. പക്ഷേ സ്നേഹമില്ലെങ്കിൽ ഈ പേരുകൊണ്ട് ഒരു അർത്ഥമില്ല. ഹല്ലേലൂയ. ആ പേരിന് തക്കവണ്ണം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഭവം നൽകുവാനാണ്. ശാന്ത എന്ന് പറഞ്ഞൊരു നമുക്കറിയാവുന്നൊരു നമ്മുടെ അടുത്തൊരു ലേഡി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വരെ ശാന്തമായിരിക്കുന്നത് കണ്ടിട്ടില്ല. എപ്പോഴും ആക്റ്റീവാണ്. ഞാൻ ബാക്കിയുള്ളവർക്ക് സമാധാനം കൊടുക്കുക. അല്ലെ, അപ്പോൾ നമ്മുടെ പേരിന് അപ്പുറമായി നമ്മുടെ ജീവിതത്തിലേക്ക് ശാന്തതയും സന്തോഷവും സമാധാനവും ഒക്കെ തരാൻ ആണ് കർത്താവ് ഇത്ര പങ്കപ്പാട് കഴിച്ച് ചെയ്യുന്ന. വിശ്വാസ സമൂഹത്തിനകത്ത് ഹല്ലേലൂയ ഭീതിയും ഇന്ന് നമ്മൾ പലരും ഭയത്തിൻ്റെയും ഒക്കെ മണ്ഡലത്തിൽ നമ്മൾ കഴിയുമ്പോൾ പലരും പുറമേ ചിരിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിലൊരു സന്തോഷം അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. ചിലർ ചിരിക്കുന്നുണ്ട്, അത് ഇച്ചിരി കൊലച്ചിരി പോലെയാണ്. ചിലർ ചിരിക്കുന്നതാണ് പേടിച്ചു പോകും. സ്തോത്രം. ഇതിന് പിന്നെ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെയുള്ള ചില വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും, പക്ഷേ നമുക്കറിയാം ആ ചിരി യഥാർത്ഥത്തിലുള്ള സന്തോഷമല്ലെന്നുള്ളത്. പക്ഷേ ദൈവമക്കളുടെ ജീവിതത്തിൽ ഹാപ്പിനെസ് അല്ല ദൈവം തരുന്നത്. ഹാപ്പിനെസ് നമുക്കറിയാം, പലരും കേട്ട് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യം. അത് ഒരു അവസ്ഥയ്ക്കനുസരിച്ചാണ്. പക്ഷേ ദൈവം നമ്മുടെ ഉള്ളിൽ തരുന്നത് ജോയ് ആണ്, നിത്യ സന്തോഷം, അല്ലെങ്കിൽ ആ ദൈവിക സന്തോഷം അനുഭവിക്കുകയാണ്. അവിടെ ഇന്ന് പലരും ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന അനുഭവമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഡിപ്രഷൻ്റെ സ്പിരിറ്റ് കർത്താവിൻ്റെ നാമത്തിൽ വിട്ടുമാറും. ഭയത്തിൻ്റെ ആത്മാവിൽ നിന്നും വിടുവിക്കാൻ തന്നെയാണ് കർത്താവ് വന്നിരിക്കുന്നത്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്ന് വിടുവിക്കാനാണ് കർത്താവ് വന്നത്. സ്തോത്രം. നമ്മളെന്താണെന്ന്, യേശുവിൽ എന്താണെന്ന് തിരിച്ചറിയുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകുമ്പോൾ പലപ്പോഴും നമ്മുടെ മാനസികമായിട്ടൊരു സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. മനുഷ്യൻ്റെ സമാധാനത്തെയും സന്തോഷത്തെയും ഒക്കെ കുടുംബ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലുള്ള സന്തോഷത്തെയും സമാധാനത്തെയും കെടുത്തുന്ന ആണ് പൈശാചിക മണ്ഡലം. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്, ആ വന്നിരിക്കുന്ന മോഷ്ടിപ്പാനും ശത്രു വന്നത്. ഇന്ന് ഇത്രയും സമാധാനമായിട്ട് ജീവിക്കുന്ന നമ്മുടെ ആദി മാതാപിതാക്കളുടെ ജീവിതത്തിൽ അവർ വളരെ സമാധാനമായി ജീവിക്കുമ്പോൾ ഒരു സിംഹത്തെ പോലെ ഊടാടി നടക്കുമ്പോൾ സമാധാനമില്ലാതെ നടക്കുന്ന ഒരു സാത്താന്യ മണ്ഡലം ഉണ്ടായിരുന്നു. അവർക്ക് സമാധാനമില്ല. അവന് ഇവരെ ദൈവം ഇത്രയധികം ഉയർത്തിയതും മാനിക്കുന്നതും ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കുകയും അധികാരവും ഒക്കെ കൊടുക്കുന്ന കണ്ടപ്പം അവന് ഉറങ്ങാൻ കഴിയുന്നില്ല. ഇന്നും അങ്ങനെ തന്നെയാണ്. സ്തോത്രം. പക്ഷേ അതുകൊണ്ടാണ്
അവരുടെ ജീവിതത്തിലെ സന്തോഷത്തെയും സമാധാനത്തെയും കെടുത്തി, കുടുംബജീവിതത്തെ തകർത്തു. പല രീതിയിൽ പൈശാചികമെല്ലാം കടന്നു വന്ന മാനുഷികമായ തലങ്ങളിൽ, പല മണ്ഡലങ്ങളിൽ കടന്നു വന്ന പലതും തകർത്ത് കളയുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ആത്മീയ മണ്ഡലത്തിൽ. അതുകൊണ്ടാണ് പറയാൻ, അവൻ മോഷ്ടിപ്പാനാണ് വന്നിരിക്കുന്നത്, അറുപ്പാനാണ് വന്നിരിക്കുന്നത്, മുടിപ്പാനാണ് വന്നിരിക്കുന്നത്. കള്ളൻ അതിനു വേണ്ടി വരുള്ളൂ. കള്ളൻ വരുന്നത് ഒന്നും തരാനല്ല, കള്ളൻ വരുന്നത് എടുത്തുകൊണ്ട് പോകാനാണ്. കള്ളൻ അപ്പോയിൻമെൻറ്റ് തന്നിട്ടല്ല വരുന്നത്. കള്ളം എന്ന് വരുമെന്നൊന്നും പറയത്തില്ല, നമ്മൾ അറിയാത്ത മണ്ഡലത്തിൽ, അറിയാത്ത സമയത്തുകൾ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ജാഗരൂകരായിരിക്കാൻ തിരുവചനം പറയുന്നു. പക്ഷേ യേശു പറയുകയാണ്, സാത്താൻ പൈശാചിക മണ്ഡലം വന്നത് ഇതിനു വേണ്ടിയാണെങ്കിൽ യേശു വന്നത് എന്തിനു വേണ്ടിയായിരുന്നു? വിശ്വസിക്കുന്നവർ വിശ്വാസമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് വിളിച്ചു പറയാൻ തയ്യാറാകുമോ? യേശു പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനുമാണ് ഞാൻ യേശു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ യേശു വന്നതിൻ്റെ ഒരു കാരണം സമൃദ്ധിയായ ജീവൻ, അല്ലെങ്കിൽ ഏക കാരണം എന്ന് വേണമെങ്കിൽ പറയാം. സമൃദ്ധിയായ ജീവൻ നിത്യജീവനാണ്. അതിനപ്പുറത്ത് നമുക്ക് ഒരു ആത്മീയ ജീവിതം, ഒരു സന്തോഷകരമായ ആത്മീയ ജീവിതം, ഒരു ക്വാളിറ്റി ലൈഫ് ഈ ഭൂമിയിൽ. അതിനകത്ത് 7 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്ന കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വ്യക്തിപരമായ കുടുംബ ജീവിതത്തിനകത്തും നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്തും നമ്മുടേതായ സമുദായങ്ങളുടെ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം നമുക്ക് എത്ര നാൾ നമ്മൾ ജീവിച്ചിരിക്കുന്നു അത്രയും നാളും ഹല്ലേലൂയ കർത്താവിൻ്റെ ആ ശക്തിയും സ്നേഹവും സാന്നിധ്യവും വിശ്വസ്തതയും ഒക്കെ രുചിച്ചറിഞ്ഞ് അനേകർക്ക് ഇത് പകർന്നു കൊടുക്കുന്നവരായി ജീവിക്കാൻ വേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു നമ്മളെ വിളിച്ചത്. സ്തോത്രം. നമ്മുടെ പ്രധാന കാരണം പലപ്പോഴും നമ്മൾ മറന്നു പോകും. പലപ്പോഴും ബേസിക്സും നമ്മൾ പലപ്പോഴും മറന്നു പോകും. നമ്മൾ മറ്റെന്തിനൊക്കെ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. പേരിനും പ്രശസ്തിക്കും പെരുമയ്ക്കും എന്തിനൊക്കെയോ നേടുവാൻ ആത്മീയ മണ്ഡലത്തിലും ഭൗതിക മണ്ഡലത്തിലും ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരമായ സമാധാനവും സന്തോഷവും പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ശത്രുവായവൻ കടന്നു വരുമ്പോൾ, കർത്താവ് ആഗ്രഹിക്കുന്നത്, ഹി ഈസ് വെരി കൺസേൺഡ്. ഞാൻ വിശ്വസിക്കുന്ന വചനം അങ്ങനെ കാണിക്കുന്നത്, ദൈവം ഇത് കേൾക്കുന്ന സകല ജീവിതത്തിൻ്റെ മേലും, ഈ പറയുന്ന ഞാനും വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് പലപ്പോഴും സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷേ അതിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ഉള്ളതിനെ കർത്താവ് ഒരുക്കിയിട്ടാണ് പോയത്. അതുകൊണ്ട് ആ സമാധാനത്തെ, സന്തോഷത്തെ കെടുത്തുവാൻ ഒരു ശക്തിയെ ഇന്ന് സമ്മതിക്കരുത്. സ്തോത്രം. കർത്താവ് യേശു പറയുന്നുണ്ട്, ഞാൻ സമാധാനം തന്നേച്ചു പോവുക. നിങ്ങളുടെ മനസ്സ് കലങ്ങിപ്പോകരുത്. യേശുക്രിസ്തു ഭൂമിയിൽ നിന്നും കടന്നു പോകുമ്പോൾ കർത്താവ് യേശുക്രിസ്തു എൻ്റെ ശിഷ്യന്മാർ ആകെപ്പാട് അടിപതറി. ഉണ്ടായിരുന്ന ഇടയൻ അവരെന്നും ആശ വെച്ച്, പ്രത്യാശ വെച്ച്, ഒരു സ്വപ്നം കണ്ട് അവരുടെ ജീവിതത്തിൽ അവരുടെ സെക്യൂരിറ്റി എല്ലാം യേശുവിലാണ്. നമ്മൾ പലതിലും സെക്യൂരിറ്റി വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങി പോകാറുണ്ട്. നമ്മൾ ചേർന്ന് നിന്നവർ, നമ്മളെ ചേർത്ത് പിടിച്ചവർ, പലപ്പോഴും നമ്മൾ ആശ്രയിച്ച തലങ്ങൾ, ആശ്രയിച്ച ഒരുപക്ഷെ ഒരു ജോലി, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ കൂട്ടുബന്ധങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തലത്തിൽ ചിലതൊക്കെ മാറിപ്പോകുമ്പോൾ മനസ്സ് കലങ്ങിയാണിരിക്കുന്നത്. ചിലരുടെ വാക്കുകൾ കേട്ടിട്ട് പതറിയാണ് നിൽക്കുന്നത്. ആയിരിക്കുന്ന തലങ്ങളിൽ ചീച്ചുകളുടെ അനുഭവത്തിലാണ് കടന്നു പോകുന്നത്. പക്ഷെ തിരുവചനം യേശു പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം ഒരു നാളും കലങ്ങിപ്പോകരുത്. അല്ലെങ്കിൽ അതുകൊണ്ട് യോശുവയുടെ ദൈവം പറയുന്നത്, ഭ്രമിച്ചു നോക്കണ്ട. അവിടെ യോശുവ പറയുന്നുണ്ട്, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണെന്ന് ദൈവം പറയുന്ന അനവധി സ്ഥലങ്ങളിൽ ദൈവവചനത്തിന് വ്യക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ പറയാണ്, ദൈവമക്കളെ, നിങ്ങൾ പേടിക്കരുത്, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങളുടെ സമാധാനം നിങ്ങൾ കളയരുത്, ഞാൻ തരുന്ന സന്തോഷം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, സമാധാനം ഞാൻ തന്നേച്ചു പോവുകയാണ്. സ്തോത്രം. എനിക്ക് തരാൻ കഴിയുന്ന ഒന്നുണ്ടെങ്കിൽ സമാധാനമാണ്. ഹല്ലേലൂയ. ഭൗതികമായിട്ട് ഒന്നുമില്ലെങ്കിലും ജീവിതത്തിൽ സമാധാനമില്ലെങ്കിൽ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ആമേൻ. പല വാർത്തകൾ നമ്മൾ കാലാകാലങ്ങളായി കേൾക്കുന്നുണ്ട്. വളരെ ഉന്നതമായ സ്ഥാനങ്ങളിലിരുന്ന
ആമേൻ, ഒരു ഡോക്ടറെ പറ്റി നമ്മൾ കേൾക്കുവാനിടെ അദ്ദേഹം ഒരു നിമിഷം കൊണ്ട് തൻ്റെ ജീവനെ അവസാനിപ്പിച്ചു. സമാധാനമില്ല, എല്ലാമുണ്ട്, പക്ഷെ ജീവിതത്തിൽ സമാധാനമില്ല. ചിരിക്കുന്നുണ്ട്, പക്ഷെ ഉള്ളിലൊരു സന്തോഷമില്ല. കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. പക്ഷെ യേശു പറയുകയാണ്, യോഹന്നാൻ സുവിശേഷം 15:11 കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. വേഗത്തിൽ വചനത്തിലൂടെ കടന്നു പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15:11. അവിടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. എന്റെ സന്തോഷം നിങ്ങൾ നീക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. കർത്താവായ യേശു പറയുകയാണ്, എൻ്റെ സന്തോഷം. അതിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ യേശു ക്രിസ്തു സന്തോഷം അനുഭവിച്ചൊരു വ്യക്തിയായിരുന്നു. അത് രക്ഷയുടെ സന്തോഷമായിരുന്നു. അതാണ് ആദാം ഹവ്വ ദമ്പതികൾക്ക് നഷ്ടപ്പെട്ടു പോയത്. ഇത് മാനവരാശി മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ സന്തോഷത്തിന് വേണ്ടി. പക്ഷേ അവർക്കതിൻ്റെ പൂർണ്ണത കിട്ടുന്നില്ല. ജഡത്തിലുള്ള സന്തോഷം മാത്രമേ ലഭിക്കുന്നുള്ളൂ. പക്ഷേ യേശു പറയാൻ, ഞാൻ തന്നേച്ചു പോവുക, ഞാൻ പോവുകയാണ്, പക്ഷെ ഒന്ന് ഞാൻ തന്നിട്ട് പോവുക, അതെൻ്റെ സന്തോഷമാണ്. പറയുന്നത്, എൻ്റെ സന്തോഷം ഇരിക്കാനല്ല, നിങ്ങളിൽ പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കും. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഒരു കൺസേൺ ദൈവസഭയെ പറ്റി, ദൈവ മക്കളെ പറ്റിയുള്ള ഒരു വലിയ ഒരു കൺസേൺ, അല്ലെങ്കിൽ കഥാവിൻ്റെതായ ഒരു വിചാരമായിരുന്നു നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ അവിടെ കർത്താവ് പറയും, ഞാൻ നിങ്ങൾക്ക് മടങ്ങി വരും. അവരെ ആശ്വസിപ്പിക്കണം, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ പോവുക, പക്ഷേ ഞാൻ മടങ്ങി വരും, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ഇതൊക്കെ നമ്മൾ ആൾക്കാരോട് പറയാറുണ്ട്. പക്ഷെ നമുക്ക് തന്നെ ആശ്വസിപ്പിക്കാൻ, നമുക്ക് തന്നെ ആശ്വാസമില്ലായിരിക്കുമ്പോൾ നമുക്ക് ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല. പക്ഷെ എന്നാലും നമ്മൾ പറയും. പക്ഷേ യേശു ക്രിസ്തു ഒരു കാര്യം പറഞ്ഞാൽ യേശു വെറുതെ പറയത്തില്ല. യേശു പറയാം, പിതാവിൻ്റെ അടുക്കിലേക്ക് ഞാൻ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായി. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു വന്നത് എന്തിനു വേണ്ടിയാണ്? യെശയ്യാ പ്രവാചക പുസ്തകം 61:1 നമുക്കൊന്ന് വായിക്കാം. വേഗത്തിൽ നമുക്ക് വായിച്ചിട്ട് മുന്നോട്ട് പോകാം. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ, യേശു ഒരു 3.5 വർഷം സുവിശേഷം അറിയിച്ചപ്പോൾ എവിടെയെല്ലാം ജനം നിരാശപ്പെട്ടിരുന്നോ, ആമേൻ, എവിടെയെല്ലാം കണ്ണുനീരുണ്ടായിരുന്നോ, അവിടെയെല്ലാം ആരെല്ലാം ഭാരത്തോടെ, ദുഃഖത്തോടെ, വേദനയോടെ ജീവിതത്തിൽ സകല പ്രത്യാശയും അസ്തമിച്ചുവെന്ന് ചിന്തിച്ച് കടന്നു വന്നു. അനേകർക്ക് കർത്താവ് കൊടുത്തത് സൗഖ്യമായിരുന്നു, കർത്താവ് കൊടുത്തത് സന്തോഷമായിരുന്നു. അവർക്ക് ജീവിതത്തിന് അർത്ഥം കടന്നു വരുവാൻ ഇടയായി. ഗലീലയിൽ വലിയൊരു ഉണർവ് പൊട്ടിപ്പുറപ്പെടുകയാണ്. ജീസസ് കെയിം ഫോർ ദാറ്റ്. പൈശാചിക മണ്ഡലത്തിൻ്റെ പിടിയിൽ നിന്നും ജനത്തെ വിടുവിക്കുവാൻ, മനുഷ്യനെ വിടുവിക്കുവാനാണ് നമ്മുടെ കർത്താവായ യേശു മശിഹ കടന്നു വന്നത്. കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. ഞാൻ യെശയ്യാ പ്രവാചക പുസ്തകം നമുക്ക് കാണപ്പെടാമായിരിക്കുന്ന ഒരു വചനമാണ്. ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ വായിക്കാം. പുതിയവരോട് സത്യവർത്തമാനം ഘോഷിപ്പാൻ യഹോവയെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിക്കുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരം മാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. പിതാവിൻ ഇത് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചന ദൂതാണ്. യേശയ്യാ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശുക്രിസ്തുവിന്റെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ വരവ് എന്തിനു വേണ്ടിയാണെന്ന് വ്യക്തമായി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിതാവ് എന്നെ അയച്ചിരിക്കുന്നു, അവൻ എന്നെ അയച്ചിരിക്കുന്നു, ഇതിനു വേണ്ടിയാണ്. സമയമുള്ളപ്പോൾ കൂടുതൽ അത് ചിന്തിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. അവിടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിച്ചതായിരുന്നു. കർത്താവ് യേശു ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ ബൈബിളിൽ ഏറ്റവും ചെറിയ വാക്യം ഏതാണെന്ന് ചോദിച്ചാൽ കേൾക്കുന്ന പല കുഞ്ഞുങ്ങൾക്കും അറിയാമായിരിക്കും. സ്തോത്രം. ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഞാൻ പറയാൻ പോവാം. യോഹന്നാന്റെ സുവിശേഷം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബൈബിളിൽ ഏറ്റവും ചെറിയ വാക്യം 11:35 പറയുകയാണ്, യേശു കണ്ണുനീർ വാർത്തു. ഹല്ലേലൂയ. ജീസസ് വെപ്റ്റ്.
ഇംഗ്ലീഷിൽ അത് കുറച്ച് ചെറിയ വാക്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന് എങ്ങനെ കരയാൻ കഴിയും? യെശയ്യാ പ്രവാചന പുസ്തകം 53-ാം അധ്യായം പറയുന്നു, എൻ്റെ വേദനകളാണ് നിങ്ങൾ ഞാനും അനുഭവിക്കുന്ന വേദന. അതുപോലെ തൻ്റെ ശരീരത്തിൽ അറിയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് യേശുവാണ്. കാരണം ദൈവസഭയുടെ തലയായ യേശുവെങ്കിൽ ശരീരം ഞാനും നിങ്ങളുമാണെങ്കിൽ ശരീരത്തിന് ഒരു അവയവത്തിന് വേദന വന്നാൽ തല അറിഞ്ഞിരിക്കും. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ഭാരപ്പെടരുത്, ഇന്ന് ദുഃഖിക്കരുത്. ഹല്ലേലൂയ. 3-ാം ദിവസത്തിന് ശേഷം 3.5 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന യേശുവിന് അറിയാം ലാസർ ഉയർത്തെഴുന്നേൽക്കും. സ്തോത്രം. ഒറ്റ വാക്ക് മതി. ആ ലാസറിന്റെ ഉയർപ്പ് കാണാൻ പോവുകയാണ്. യേശു കണ്ടിട്ട് ചുറ്റും നോക്കിയപ്പോൾ താൻ അധികമായി സ്നേഹിച്ച്, കർത്താവിന്റെ സ്നേഹം തിരിച്ചറിയണം. അവർ ചുറ്റുമിരിയുന്ന ജനത്തെ കണ്ടപ്പോൾ രണ്ട് സഹോദരിമാർ, അവർക്ക് അതെ ഉണ്ടായിരുന്ന ഒരു ഏക ആശ്രയമായിരുന്ന ഒരു സഹോദരൻ മാറ്റപ്പെട്ടു പോയപ്പോൾ അവരുടെ ദുഃഖത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞ് യേശു പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. യേശു പബ്ലിക്കലി കരഞ്ഞു. സ്തോത്രം. പക്ഷേ യേശുവിന് അറിയാമോ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. യേശു കരയണ്ട. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, യേശു ക്രിസ്തു ഹി ഹാഡ് ദി എംപതി. അവരുടെ ദുഃഖം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതെൻ്റെ ഹൃദയത്തിനകത്ത് കർത്താവ് അത് അനുഭവിച്ചുകൊണ്ട് കർത്താവിന് കരയാതിരിക്കാൻ കഴിഞ്ഞില്ല. ഈ 3 ദിവസം വരെ എങ്ങനെ കടന്നുപോയ അനുഭവങ്ങളെ പറ്റി ചിന്തിച്ചപ്പോൾ അടുത്ത നിമിഷം അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആ കണ്ണിനെ വിലാപത്തെ നൃത്തമാക്കിയ യേശു കൊണ്ട് ഗലീല എന്ന നാട്ടിൽ യേശു മുടന്തരെ തൊട്ടു. കുരുടർ, ചെകിടർ, മുടന്തർ, ആമേൻ, സകലരെയും യേശു സൗഖ്യം. ആരെല്ലാം സൗഖ്യമായി കടന്നു വന്നു. നീ പെന്തക്കോസ്താണെന്ന് ചോദിച്ചില്ല, നീ ഏത് ജാതിക്കാരനാണ്, മതമാണെന്ന് ചോദിച്ചില്ല. വിശ്വാസം വന്നവരെ യേശു സൗഖ്യമാക്കി. സ്തോത്രം. അത് നിത്യയുടെ കവാടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഭൂതങ്ങളെ പുറത്താക്കി. ഭൂതത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്നവർ ചോദിച്ചാൽ പറയും അതിൻ്റെ ആഴം എന്താണെന്നുള്ളത്, അതിൻ്റെ എന്താ അനുഭവം എന്നുള്ളത്. ലഗിയോൻ ബാധിച്ചവരോട് ചോദിച്ചാൽ പറയും. ഒരു പ്രത്യാശയില്ലാതെ സകലം തള്ളിക്കളഞ്ഞ എന്നെ കണ്ടാൽ ജനം ഓടി മാറും. ശവക്കല്ലറകളാണ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. ഒരു സമാധാനമില്ലായിരുന്നു, ഒരു സ്വസ്ഥതയില്ലായിരുന്നു. തീർന്നു, ഇനിയിപ്പോൾ ഒരു രക്ഷയില്ലെന്ന് ചിന്തിച്ചതാണ്. പക്ഷേ ഒരുവൻ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഒരു 30 വയസ്സുകാരൻ. ആമേൻ. ഒറ്റ കൽപ്പന. സ്തോത്രം. എൻ്റെ പേരിലുള്ള സകല ഭൂതങ്ങളും വിട്ടുമാറി. ആമേൻ. അവനെ ആരാധിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞു. അവൻ്റെ കാൽപാത വീടത്തെങ്കിൽ പോയിരിക്കുമ്പോൾ ആമേൻ അവനെ വിട്ടുമാറാൻ കഴിയുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു ഇന്നും നമ്മൾ ജീവിതത്തിൽ അതേ സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കുവാൻ ആണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഇത് പലരും എല്ലാം ഉണ്ടായിട്ടും ഒരു കഷ്ണം, ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുന്നവരുണ്ട്. സ്തോത്രം. കാരണം സന്തോഷം നഷ്ടപ്പെട്ടു പോയി, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിലും ഹല്ലേലൂയ, അവയെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. ഗോഡ് നീഡ്സ് യു. മൃഗങ്ങൾ ചെയ്യാത്തൊരു കാര്യമുണ്ട്, അവർ സൂയിസൈഡ് ചെയ്യത്തില്ല, അവർ ജീവിതം അവസാനിപ്പിക്കത്തില്ല. അവർക്ക് പ്രത്യാശ ഉണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതായത് പന്നികൾ മാത്രമേ പോയി ചാടുന്നുള്ള കടലിൽ പോയി. സ്തോത്രം. ഹല്ലേലൂയ. അല്ലെങ്കിൽ മറ്റൊരു ലോകത്തിൽ ചിന്തിച്ചാൽ, പക്ഷെ മനുഷ്യൻ പലപ്പോഴും പ്രത്യാശ നഷ്ടപ്പെട്ടു പോവുകയാണ്. പക്ഷെ നമുക്ക് പ്രത്യാശ നൽകുവാൻ ശോഭനമായൊരു ജീവിതം നമുക്ക് മുമ്പിലുണ്ടെന്ന്, ഈ ഭൂമിയിലെല്ലാം നമ്മുടെ ജീവിതമെന്നും അതിനപ്പുറത്ത് നിത്യതയിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചിലത് ഒരുക്കിയിട്ടുണ്ടെന്നുള്ള ഒരു സമ്പൂർണ്ണമായൊരു ബോധ്യത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മളെ നയിക്കട്ടെ. ജീവിതത്തിൽ എന്തെല്ലാം നിരാശകളുണ്ടെങ്കിലും, എന്തെല്ലാം നഷ്ടപ്പെട്ടെന്ന് ചിന്തിച്ചാലും പലതും നമുക്ക് നേടുവാൻ സാധിച്ചില്ല എന്ന് നിങ്ങളും ചിന്തിച്ചേക്കാം. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്ന അനുഭവങ്ങളിലൂടെ കർത്താവ്, ഞാൻ ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു, എൻ്റെ ചുറ്റുമുള്ളവർക്ക് ഇല്ലാത്തൊരു അനുഭവം എന്തുകൊണ്ട് കർത്താവ് എൻ്റെ ജീവിതത്തിൽ വരുന്നുവെന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവ് എൻ്റെ ദൈവത്തിൻ്റെ വചനം, പരിശുദ്ധാത്മാവ് വചനത്തിൽ പറയുന്നു, ഹല്ലേലൂയ. അതെ, കർത്താവിന് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ഒരു ദൈവിക പദ്ധതി അതിൻ്റെ പിന്നിൽ മറഞ്ഞു കിടപ്പുണ്ട്. സ്തോത്രം. ചിലരെ ആശ്വസിപ്പിക്കുവാൻ, ചിലരെ നമ്മളോട് വിടുവിക്കപ്പെടുവാൻ, അനേകർക്ക് നമ്മൾ കടന്നുപോയ അനുഭവങ്ങളിലൂടെ സമാശ്വാസം നൽകുവാൻ, ഹല്ലേലൂയ, അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ചില കഷ്ടങ്ങളിലൂടെയൊക്കെ കൊണ്ടുപോകുന്നത്. അനേകരുടെ വിടുതലിന് വേണ്ടിയാണ് ദൈവജനത്തെ ദൈവം തിരഞ്ഞെടുത്തത്. ദൈവസഭയെ ദൈവം അതിനു വേണ്ടിയാണ് ഒരു വിളക്കാക്കി, ഒരു വെളിച്ചമാക്കി, ഹല്ലേലൂയ, കത്തുന്ന പർവ്വതമുകളിലിരിക്കുന്ന നഗരമാക്കി ദൈവം മാറ്റിയിരിക്കുന്നത്. ഹെബ്രായക്കാർക്ക് ലേഖനം അതിൻ്റെ 2:1-9 അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി
പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. അത് നമുക്ക് വായിക്കാം. ഹെബ്രായർ 1:9. അവിടെ ദൈവത്തിൻ്റെ എന്താണ് ദൈവം നമ്മുടെ മേൽ പകരുന്നത്? നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും കർത്താവെ നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനം ഇട്ട് ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയും ആകുന്നു, അവ നശിക്കും, അത് മതി. സ്തോത്രം. അപ്പോൾ അവിടെ കർത്താവ് യേശുക്രിസ്തുവിനെ പറ്റി ഉള്ളൊരു പ്രവചന വാക്യമായിട്ടാണ് എനിക്കത് മനസ്സിലാകുന്നത്. ദാവീദ് മുമ്പ് സങ്കീർത്തനങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ അഭിഷേകം ഒരു വ്യക്തിയുടെ ജീവിതത്തിന് മേൽ, അല്ലെങ്കിൽ ഒരു എണ്ണ ദൈവം നമ്മുടെ മേൽ പകരുമ്പോൾ അത് സന്തോഷത്തിൻ്റെ എണ്ണ എന്നാണ് എഴുതി വെച്ച്. ഇംഗ്ലീഷ് മറ്റൊരു രീതി പറഞ്ഞാൽ അല്ലേ, ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ്, ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ്. ദി അനോയിന്റിങ് ഓയിൽ ഈസ് നോട്ട് ഓൺലി ടു ഡെലിവർ, ബട്ട് ദി അനോയിന്റിങ് ഓയിൽ ഈസ് ടു ഗിവ് യു ജോയ്. നമുക്ക് ഗ്ലാഡ്നെസ്, നമുക്ക് സന്തോഷം, നമുക്ക് സമാധാനം, അതെ, നൽകുവാൻ വേണ്ടിയാണ് ദൈവം തലയുടെ മേൽ അഭിഷേകം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അഭിഷേകമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവർക്കൊരു പ്രത്യേകതയുണ്ട്. അവർ ചെല്ലുന്നിടത്ത് അവർ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കും. ഈ അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് വേദന കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്ത് എണ്ണയാണെന്ന് എനിക്കറിയില്ല. സ്തോത്രം, ഹല്ലേലൂയ. അഭിഷേകമുള്ളവൻ കൊടുക്കുന്നത് ഈ സന്തോഷത്തിൻ്റെ എണ്ണ. ഈ അഭിഷേകം പലരുടെ മേലും പകരപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനകത്ത് പ്രധാനമായ കാര്യം കൂട്ടുകാരിൽ പരമായ ആനന്ദ തൈലത്താൽ, കൂട്ടുകാരിൽ പരമായ നല്ല ജോലിയല്ല, കൂട്ടുകാരിൽ പരമായ നല്ല വിദ്യാഭ്യാസമല്ല, കൂട്ടുകാരിൽ പരമായ നല്ല ആരോഗ്യമല്ല, കൂട്ടുകാരിൽ പരമായ ആനന്ദ തൈലം. ഹല്ലേലൂയ. അതിനാൽ ദൈവം നമ്മളെ നിറച്ചിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു എവിടെയെല്ലാം കടന്നുപോയോ അവിടെല്ലാം ദുഃഖിതരെ ആശ്വസിപ്പിച്ചു. നമ്മൾ ചെല്ലുന്നിടത്ത് ഒരു ദൈവസാന്നിധ്യം വെളിപ്പെടും. ഇന്ന് ഞാൻ വചനം പറയുമ്പോൾ ഒരു കാര്യം ഞാൻ എപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു സത്യമാണ്. എൻ്റെ ഉള്ളിലൊരു സന്തോഷമില്ലെങ്കിൽ, എൻ്റെ ഉള്ളിൽ ഞാൻ സമാധാനം അനുഭവിക്കുന്നില്ലെങ്കിൽ കേൾക്കുന്ന ജനത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും സമാധാനം കടന്നു ചെല്ലത്തില്ല. കാരണം ഈ അഭിഷേക തൈലം എന്ന് പറയുന്നത് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, നിങ്ങൾ അനുഭവിക്കുന്ന സമാധാനം അനേകരിലേക്ക് പകരപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് മറിയ വന്ദനം ചെയ്യുമ്പോൾ മറിയയുടെ അകത്ത് കിടക്കുന്നത്, ഗർഭപാത്രത്തിൽ കിടക്കുന്നത് ഈ അഭിഷേക തൈലമുള്ളവനാണ്. കർത്താവ് യേശുക്രിസ്തു തൻ്റെ മറിയയുടെ ഗർഭപാത്രത്തിനകത്ത് ഉള്ളപ്പോൾ അഭിഷക്തൻ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവനായ യേശു മറിയയുടെ ഉള്ളത്തിലുള്ളപ്പോൾ മറിയ വന്ദനം ചെയ്യുമ്പോൾ എലിസബത്തിൻ്റെ എലിസബത്തിൻ്റെ ഗർഭപാത്രത്തിലുള്ള പിള്ള അഭിഷേകം പരിശുദ്ധാത്മാവിനാൽ ആനന്ദിച്ചു, സന്തോഷിച്ചു. അകത്ത് കടന്ന് അകത്തുള്ള അഭിഷേകത്തിന് അതിനകത്ത് വെറുതെ ഇരിക്കാൻ കഴിയുന്നില്ല. സ്തോത്രം. അതിനകത്തിരുന്ന് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ ഉള്ളിലുള്ള ഗർഭപാത്രത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഫീലിങ്സ് അറിയാം. ഹല്ലേലൂയ. സ്തോത്രം. അവരിലേക്ക് പകരപ്പെടുന്ന ദൈവീയ അഭിഷേകമാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മൾ എവിടെയെല്ലാം മറിയ സന്തോഷമായിട്ടൊന്നും പറഞ്ഞില്ല. മറിയ ചുമ്മാ വന്ദനം ചെയ്തു ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ മതി. സ്തോത്രം. അഭിഷേകമുള്ള ഒരു സ്തോത്രം പറഞ്ഞാൽ അതിനകത്തൊരു വിടുതലുണ്ടെന്ന്. സ്തോത്രം. വെറുതെ പറയത്തില്ല. അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി അതിനകത്ത്, അല്ലെങ്കിൽ ഒരു ആശ്വാസം കൊടുത്താൽ യഥാർത്ഥത്തിൽ ആശ്വാസം ബാക്കിയുള്ളവർക്കൂടെ കിട്ടും. അപ്പോൾ അതിനകത്ത് നമുക്കൊരു സന്തോഷം വേണം. ഈ പറയുന്ന എനിക്ക് സന്തോഷം സമാധാനം ഇല്ലെങ്കിൽ ഞാനിവിടെ നിന്ന് പ്രസംഗിച്ചിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ ഇതിനകത്ത് കേൾക്കുന്ന സകലരുടെ പേരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും സാന്നിധ്യവും ദൈവിക സമാധാനവും സന്തോഷവും ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ ഈ ദിവസങ്ങളിൽ അതേ പകരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെപ്പറ്റി നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലെങ്കിലും ആത്മാവിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, അല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവനും പുറത്തു വരുന്ന ഫ്രൂട്ട് ഇതായിരിക്കും. വൈരാഗ്യമല്ല, ഡിപ്രഷനല്ല, മറ്റുള്ള കുറ്റം പറയുന്നതല്ല, മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നവരായി.
നമ്മുടെ സമാധാനത്തെ കെടുത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റ് വേറെയാണ്. നിങ്ങളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നിങ്ങൾ അനേകർക്ക് സമാധാനം കൊടുക്കും. സ്തോത്രം. യു വിൽ ബി കംഫർട്ടബിൾ വിത്ത് മെനി പീപ്പിൾ. നിങ്ങളുടെ സാന്നിധ്യം, നമ്മുടെ സാന്നിധ്യത്തിന് വേണ്ടി ജനം ആഗ്രഹിക്കും. ഹല്ലേലൂയ. കാരണം യു ആർ ദ ലൈറ്റ് ഓഫ് ദിസ് വേൾഡ്. ദൈവസഭയാണ് ഈ ഭൂമിയുടെ വെളിച്ചം. പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശ നൽകുന്നത് ദൈവസഭയാണ്. ദ്വന്ദ്വപക്ഷം അവിടെ പറഞ്ഞിരിക്കുന്നത് അതെ, പരോപകാരം, ദീർഘക്ഷമ, ദയ, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. അല്ലെങ്കിൽ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ സമാധാന സന്തോഷമൊക്കെ അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ജഡം കൊണ്ട് ഒരു കാര്യമില്ല. എത്ര പോയി സീരിയൽ കണ്ടാലും, എത്ര സിനിമ കണ്ടാലും, ഹല്ലേലൂയ, എന്തെല്ലാം വാട്സാപ്പ് കണ്ട, എന്ത് കണ്ടെന്ന് പറഞ്ഞാലും, ഫേസ്ബുക്ക് എത്ര കണ്ടെന്ന് പറഞ്ഞാലും അതൊക്കെ ആ സമയം കൊണ്ട് ഹാപ്പിനെസ് തീരും. പക്ഷേ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, അതിനെ കെടുക്കുവാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധിക്കരുത്. സ്തോത്രം. അത് നമ്മുടെ ധനമാണ്, അത് നമ്മുടെ അവകാശമാണ്, അത് നമ്മുടെ വാഗ്ദത്തമാണ്. അത് ഈ ദിവസങ്ങളിൽ മുഖപ്പിടിക്കാം. അവിടെ നമുക്കറിയാം, ദ ജോയ് ഓഫ് ദ ലോർഡ് ഇസ് മൈ സ്ട്രെങ്ത്. നിങ്ങൾ കരയരുതെന്നൊക്കെ നെഹമ്യാ പ്രവാചക പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആമേൻ. അത് നെഹമ്യായി പറയുന്നുണ്ട്. ജനം കരയുമ്പോൾ പറയും, നിങ്ങൾ കരഞ്ഞ് വെറുതെ സമയം കളയരുത്, നിങ്ങൾ ക്ഷീണിച്ചു പോകും, കർത്താവിൽ നിങ്ങൾ സന്തോഷിക്കാം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഒന്നിനെപ്പറ്റിയും നിങ്ങൾ വിചാരപ്പെടരുത്. ഹല്ലേലൂയ. ഇത് ശത്രുവിൻ്റെ വലിയൊരു പദ്ധതിയാണ്. ഇതവൻ്റെ ഒരു തന്ത്രമാണ്. എങ്ങനെയാണ് ആദം ഹവ്വയെ വീഴ്ചത്? എങ്ങനെയാണ് വീഴ്ചത്? കഴിഞ്ഞ രാവിലെ ചിന്തിച്ച ഒരു ചെറിയൊരു വിഷയമായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഭൂമിയിൽ കിട്ടാൻ ഏറ്റവും ഉന്നതമായത് ദൈവം ആദത്തിന് ഹവ്വയ്ക്കും കൊടുത്തു. പക്ഷെ ഒന്ന് മാത്രം കൊടുത്തില്ല. ഹല്ലേലൂയ. അത് നന്മതിന്മകളുടെ വിഷമായിരുന്നു. ഈ നന്മതിന്മകളുടെ വിഷം എന്തുകൊണ്ടാണ് അവിടെ നിന്നെന്ന് ചോദിച്ച പലരുമുണ്ട്. അതിന് ഉത്തരവുണ്ട്. ദൈവം എന്തുകൊണ്ട് അതിനകത്ത് ഇടപെടാതിരുന്നെന്നും ചോദിക്കുന്നവരുണ്ട്. അതിന് ഉത്തരവുണ്ട്. ഇപ്പം നമുക്ക് പറയാൻ സാഹചര്യമില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ പൊതുവായിട്ട് പറഞ്ഞാൽ ചിലർക്കത് ഏറ്റെടുക്കണമെന്നില്ല. ഒരുപക്ഷെ നന്മതിന്മകളുടെ വൃക്ഷത്തിനകത്ത്, അതിനകത്ത് ഭക്ഷിച്ചാൽ മരിക്കുന്ന അത് വിഷമുള്ള ഒരു പഴമൊന്നും അല്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു സൈഡ് ഇവരിലേക്ക് പകരപ്പെടേണ്ടതായിട്ട് അടുത്ത തലത്തിലൊരു, അല്ലെങ്കിൽ ദൈവികമായൊരു പരീക്ഷ ആയിരുന്നായിരിക്കാം, അല്ലെങ്കിൽ അത് ഇവർ അനുസരണ ഉണ്ടോ എന്നറിയാനായിരിക്കാം, ദൈവത്തിൻ്റെതായ ഒരു പദ്ധതി ആയിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അത് ഭക്ഷിച്ചാലൊന്നും മരിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ നന്മകളുടെ വിഷയത്തിൽ മരിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് അനുസരണക്കേട് അവരുടെ ജീവിതത്തിൽ വന്നപ്പോഴാണ് വീഴ്ച വന്നത്. അവർക്ക് ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ശത്രു വളരെ വിദഗ്ധമായിട്ട് പറഞ്ഞു, നോക്കുക, നിങ്ങൾക്കെല്ലാം ഉണ്ടെന്ന് പറഞ്ഞില്ല, നിങ്ങൾക്കില്ലാത്തത് ഇതാണ് നന്മതിന്മകളുടെ വിഷമം. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത്? ദൈവം എന്താ നിങ്ങൾക്ക് ഇത് തരാത്തത്? ദൈവം എന്താ നിങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്? പക്ഷെ 100 കണക്കിന് കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും ചുറ്റുമുണ്ട്. ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹത്തിൽ കിടക്കും പറയും, ഹലോ, എനിക്കിവിടെ ഭയങ്കര വിഷമമായി. ചിലർക്ക് വിഷമം പറയാനേ സമയമുള്ളൂ. സ്തോത്രം. എനിക്കിവിടെ ബുദ്ധിമുട്ടാണ്, ഇവിടെ ഭയങ്കര തണുപ്പാണ്, ഭക്ഷിക്കാനാണെങ്കിൽ ഒരു ഇറച്ചി കിട്ടിയിട്ട് ദിവസങ്ങളായി. ദൈവജനം ഒന്നുണ്ടായിരുന്നു പറഞ്ഞ് ഇറച്ചിയില്ല, ഇത് മന്ന മാത്രമേ, ഇതെന്തുവാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സ്തോത്രം. പക്ഷേ കിട്ടിയ നന്മകളെ അവർ മറന്നുപോയി. പകൽ മേഘസ്തംഭമായി ഒരു ജാതികൾക്കും കിട്ടാത്ത മഹാഭാഗ്യം അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം നിങ്ങൾ കൊണ്ടെന്ന് അതിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നും അവർക്ക് ചുറ്റും ജാതികളുടെ മേൽ ദൈവിക പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുത്തപ്പോഴും അവരെ ഇല്ലാത്തതിനെ ഓർത്ത് ദുഃഖിച്ചു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ പറയുമ്പോൾ, നിങ്ങൾ വിചാരപ്പെടരുത്, സ്തോത്രത്തോടെ താങ്ക്സ് ഗിവിംഗ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിലാണ് താങ്ക്സ് ഗിവിംഗ് ഇല്ലാത്തത്. നമ്മുടെ മലയാളക്കാരെ പൊതുവെ താങ്ക്സ് കുറവായിരുന്നു, ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അതിനായിട്ട് ഇത് സ്തുതിക്കുന്നു. അതല്ലോ. അപ്പോൾ വിത്ത് താങ്ക്സ് ഗിവിംഗ് ലെറ്റ് യുവർ റിക്വസ്റ്റ് ബി മെയിൻഡ്. നമുക്ക് കിട്ടിയത് എഴുതി വെക്കാം, അതിനെ ഓർത്ത് സ്തോത്രം ചെയ്യണം, അതിനെ ഓർത്ത് നന്ദി പറയാൻ തുടങ്ങുമ്പം സന്തോഷം തന്നെ വരും. അല്ലെങ്കിൽ ദൈവം എന്നെ അന്ന് വിടുവിച്ചത് ഓർക്കുമ്പോൾ, 10 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എനിക്ക് തന്ന ജോലിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. എനിക്ക് വേണ്ടി ചില വ്യക്തികൾക്ക് വേണ്ടി ദൈവം ഇടപെട്ടതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ ഇടയ്ക്കിടയ്ക്ക് സ്തോത്രം ചെയ്യാറുണ്ട്. അതൊക്കെ ചിന്തിക്കുമ്പം കടന്നു വന്ന വഴികളെ ഓർക്കും, നടന്നു വന്ന വഴികളെ ഓർക്കും. ഹല്ലേലൂയ. നമ്മൾ എന്തായിരുന്നു എന്ന് മറന്നു പോകരുത്. ഇനിയും എന്നെ എൻ്റെ ദൈവം വഴി നടത്തുമെന്ന് നമുക്ക് വിശ്വാസം പറയാം.
അപ്പോൾ ദൈവിക സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ കഴിയാതിരിക്കുമ്പോഴും അത് അനുഭവവേദ്യമായി മാറ്റുവാൻ ദൈവം നമുക്ക് വേണ്ടുന്ന ദൈവസഭയ്ക്ക് ദൈവം ഒരുക്കിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞിട്ട് എൻ്റെ വചനത്തിൽ നിന്നും ഞാൻ വിരമിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 24:17 അത് കിട്ടിയെങ്കിൽ വായിക്കാം. ലൂക്കോസിൻ്റെ അവസാനത്തെ ലേഖനമാണ്, അവസാനത്തെ അധ്യായമാണ്. അവിടെ ഒരു പുതിയ തുടക്കം കർത്താവ് തുടക്കുകയാണ്. അതെ, കിട്ടിയെങ്കിൽ വായിക്കാം. അവിടെ വാടിയ മുഖത്തോടെ നിൽക്കുന്നവരെ പറ്റി പറയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 24, ലൂക്ക് 24 and verse 17. അവൻ അവരോട്, നിങ്ങൾ തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്താണ് ചോദിച്ചു. അതെ, അവർ വാടിയ മുഖത്തോടെ നിന്നു. താങ്ക് യു സിസ്റ്റർ. അത് ഒന്ന് നിർത്താവോ? അവിടെ പറയുകയാണ്, അവർ വാടിയ മുഖത്തോടെ നിന്നു. അതിന് മുമ്പ് അവരുടെ സംസാരമുണ്ട്, വായിച്ചു നോക്കുമ്പോൾ കാണാൻ സാധിക്കും. അവർ പറഞ്ഞു, യേശു ക്രിസ്തുവിനെ പറ്റി ഞങ്ങൾക്ക് ഒരുപാട് പ്രത്യാശ ഉണ്ടായിരുന്നു, ഇവന് രാജാവാകുമെന്നും ഇസ്രായേലിനെ ഭരിക്കുമെന്നുമൊക്കെ അവൻ പ്രത്യാശ വെച്ച് അനേകരുണ്ടായിരുന്നു. പക്ഷേ ഒരു നിമിഷം കൊണ്ട് എല്ലാ പ്രത്യാശയും പോയി. ഞാൻ ഈ എന്ന് വചനം പറയുന്നത്, God was concerned about two people, 2 മനുഷ്യർ എമ്മാവൂസിലേക്ക് യെരൂശലേമിൽ നിന്ന് പോവുകയാണ്. ഇവരെ പറ്റി കർത്താവിന് ഭയങ്കരമായിട്ടുള്ള ഒരു കൺസേൺ ഉണ്ടായിരുന്നു. യെരൂശലേമിൽ പാർക്കുവാൻ പറയുമ്പോൾ അവിടെ വിട്ടുപോകരുതെന്ന് കർത്താവ് പിന്നീട് പറയുന്നുണ്ട്. അപ്പം നമ്മളായിരിക്കുന്ന സ്ഥാനം വിട്ടുപോയാൽ നിങ്ങളുടെ മേലുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടത്തില്ല. സ്തോത്രം. ദൈവം പറയുന്നിടത്ത് നിങ്ങൾ ആയിരിക്കുന്നുവോ അവിടെ ആത്മാവിൻ്റെ ഒരു പുതുക്കം, ശക്തി, ഒരു ദൈവപ്രവൃത്തി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പം ശത്രുവിൻ്റെ പദ്ധതിയായിരുന്നു നിരാശ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു. അവർ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചില്ല. അവിശ്വാസം പൈശാചികമായ പദ്ധതിയാണ്. ആമേൻ. അണ്ടർസ്റ്റാൻഡ്. നമ്മൾ പാപങ്ങൾ ഒന്നാണ് ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത്. ആമേൻ. ദൈവത്തിൻ്റെതായ ട്രസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോൾ അവിടെ പൈശാചികമെല്ലാം കയറി. അങ്ങനെയാണ് കയറി വന്നത്. ആദ്യം ദൈവത്തിൻ്റെ ട്രസ്റ്റ് നഷ്ടപ്പെട്ടു. നിങ്ങളെ ദൈവം പറ്റിക്കുകയാണെന്ന് തോന്നിപ്പിച്ചു. നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരുമെന്ന് ചിന്തിച്ചു. അതെ, പക്ഷേ ഇന്ന് ദൈവം നല്ലവനാണെന്നും ദൈവം വിശ്വസ്തനാണെന്നും വിശ്വസിക്കാനും ഏറ്റുപറയാനും ഇന്ന് തയ്യാറാണോ? ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് ഒരുമിച്ച് നമുക്ക് നന്ദി പറയാം. ഈ 2 വ്യക്തികൾക്ക് വേണ്ടി ഏകദേശം 7 മൈല് കർത്താവ് ബെൻസ് കാറി പോയില്ല. കർത്താവ് യേശു ക്രിസ്തു BMW ഒന്നുമല്ല പോയത്. 7 മൈലാണെന്ന് എനിക്ക് തോന്നുന്നത്. യേശു ക്രിസ്തു ഇവരുടെ കൂടെ നടക്കുകയാണ്. അതിൻ്റെ 27-ാം വാക്യമുണ്ടെങ്കിൽ നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ 24:27. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. തന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തു അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. യേശു ക്രിസ്തു എന്തിനു വേണ്ടി വന്നു, യേശു ക്രിസ്തു എന്തിനു വേണ്ടി മരിച്ചു, യേശു ക്രിസ്തു എത്രമാത്രം ആമേൻ ദൈവം തൻ്റെ ജനത്തെ സ്നേഹിച്ചു എന്നുള്ള തിരുവചനം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവർ 32-ാം വാക്യം വായിക്കുകയാണ്. നമുക്ക് കാര്യം മനസ്സിലാകും. അതിന് 32 വായിക്കാം. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ചു തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അവർക്ക് ഒരു വ്യത്യാസമില്ല. അവരുടെ മുഖം വാടിയിരിക്കുകയാണ്. പലപ്പോഴും ദൈവസഭയിലേക്ക് കടന്നു വരുന്ന പലരും വാടിയ മുഖത്തോടെ വരുന്നവർ ദൈവത്തെ ആരാധനയും എല്ലാം കഴിഞ്ഞു പോകുമ്പം അവരുടെ മുഖത്ത് അല്ലെങ്കിൽ പറയുന്ന ആളുടെ ആണെങ്കിലും ഒരു നല്ല ട്യൂബിലായിട്ട് ഇട്ട പോലെ ഒരു പ്രകാശം വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് വരുന്നവർക്ക് പ്രത്യാശ കൊടുക്കുന്നവനാണ് ദൈവം. അപ്പോൾ അവിടെ പറയുകയാണ്, എപ്പോഴാണ് ഇവരുടെ വാടിയ മുഖം വാടാത്തതായി തീർന്നത്, എപ്പോഴാണ് ഇവരുടെ മുഖത്ത് ഒരു ലൈറ്റ് വന്നത്? വചനം തെളിയിച്ചു കൊടുത്തപ്പോൾ, വചനം കേൾക്കുവാൻ തുടങ്ങിയപ്പോൾ, വചനം വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ, വചന സത്യത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാകാൻ തുടങ്ങിയപ്പോൾ, ആമേൻ, അവരുടെ ഉള്ളിൽ അവർ പറയാണ്, ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് എന്തൊക്കെ കത്തുന്നു, ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ആമേൻ ഒരു കൺവിക്ഷൻ വരുന്നു, ഞങ്ങളുടെ ഹൃദയത്തിനകത്തൊരു ബോധ്യം വരുന്നു, ഞങ്ങളുടെ ഹൃദയത്തിനകത്തൊരു പ്രത്യാശ വരുന്നു. ദൈവത്തിലെ ജീവിതത്തിൽ ഏറ്റവും നിരാശയേറിയ മണ്ഡലങ്ങളിൽ ഈ തിരുവചനം കരങ്ങളിലെടുത്ത് ദൈവവചനം ധ്യാനിക്കാൻ തയ്യാറാണോ? ഏത് നിരാശയെ മാറ്റാൻ കഴിയുന്ന തിരുവചനം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഉള്ളിൽ കത്താൻ തുടങ്ങിയാൽ ദൈവത്തിന് വചനം കത്താൻ തുടങ്ങും.
അവർ പറയുകയാണ്, ഞങ്ങൾ ആ നാഴിക എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. അപ്പോൾ കർത്താവ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ, വചനത്തിൻ്റെ വെളിപ്പാട് ലഭിക്കാൻ തുടങ്ങിയപ്പോൾ അവരെ തിരിച്ചുപോയി. അവർക്ക് മനസ്സിലായി, യേശു ഉയർത്തെഴുന്നേറ്റ്, യേശു ജീവിക്കുന്നു, യേശു വീണ്ടും വരും, യേശു ഞങ്ങൾ നടത്തും, ദൈവത്തിൻ്റെ വാഗ്ദത്തം നടക്കും, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. എത്ര വലിയ ആമേൻ ആയിരിക്കുന്ന ഏത് മണ്ഡലമാണ്, ഏത് സാഹചര്യമാണെങ്കിലും എല്ലാവരും നിങ്ങളെ കൈവിട്ടാലും വിശ്വാസം പറയണം, എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദത്തം എൻ്റെ ജീവിതത്തിൻ്റെ മേൽ നിറവേറും. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ദൈവവചനം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന മുഴുവൻ സത്യമാണ്. സ്തോത്രം. കണ്ണടയുന്നതിന് മുമ്പ്, ശ്വാസം തീരുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ മേൽ വെളിപ്പെടും, എൻ്റെ തലമുറ മേൽ വെളിപ്പെടും. സ്തോത്രം. എൻ്റെ ജോലിയുടെ മേൽ, എൻ്റെ ശുശ്രൂഷയുടെ മേൽ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ അത് വെളിപ്പെടും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാകും? ഹല്ലേലൂയ. ആ നാഴികയിൽ അവർ അങ്ങോട്ട് പോയി എഴുന്നേറ്റു, അവരെ തിരിച്ചു നടന്നു. യെരൂശലേമിലേക്ക് അവർ മടങ്ങി വന്നു. ഒരു മടങ്ങി വരവ് കർത്താവ് വേണ്ടി ചിലരെ കർത്താവ് വിളിക്കുന്നു. അവർ പോയിട്ട് പറയാണ്, വഴിയിൽ സംഭവിച്ചതും അപ്പം നുറുക്കിയിൽ അവർക്ക് അറിവായത് വന്നതും അവർ വിവരിച്ച് പറയുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവ് അവരെ തിരിച്ചു വിട്ടു. പക്ഷെ തിരിച്ചു വിട്ട് മാത്രമല്ല, അടുത്ത സമയം അവിടെ വായിച്ചിരിക്കുന്നത് യേശുക്രിസ്തു അവിടെ നിന്നില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ തിരിച്ചു പോയി സുവിശേഷം തിരിച്ച് അവരോട് പറയുമ്പോൾ, യേശു ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നു, യേശു അവരുടെ നടുവിൽ വന്ന് നിന്നു. വീണ്ടും ഹി ഈസ് കൺസേൺ. അവരുടെ സന്തോഷം മാത്രമല്ല, അവരുടെ സമാധാനം മാത്രമല്ല, അവരുടെ പിന്മാറ്റം മാത്രമല്ല, പിന്മാറ്റത്തിൽ പോയവൻ മുന്നേറി വന്നിട്ട് പിന്മാറ്റത്തിലുള്ള തിരിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുക, യേശു അവരുടെ നടുവിൽ വന്ന് എന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, ഹലോ, സ്തോത്രം, സുഖമാണോ? സ്തോത്രം എന്നൊന്നും കർത്താവ് ചോദിച്ചില്ല. ഹല്ലേലൂയ. അല്ല പത്രോസേ, ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്, എന്നൊന്നും ചോദിച്ചില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സന്തോഷം, നിങ്ങൾക്ക് സ്വസ്ഥത, നിങ്ങൾക്ക് നിത്യജീവൻ, നിങ്ങൾക്ക് പ്രത്യാശ. That's what Jesus wants to give. ഈ ലോകത്തിന് യേശുവിന് കൊടുക്കുവാനുള്ളതാണ്. ഈ ഭൂമിയിൽ മാത്രമല്ല, വരാനിരിക്കുന്ന യുഗത്തിലും നിത്യ സന്തോഷത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. സ്വർഗത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിനേക്കാളും നല്ല വീടുണ്ടെന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നവരുണ്ട്. വീടില്ലാതെ ഇരിക്കുന്നവരെ ചിലപ്പോൾ ചിന്തിച്ചേക്കാം, നല്ലൊരു വീട് അവിടെ എനിക്ക് വേണ്ടി ഉണ്ട്. പക്ഷേ എത്ര വലിയ വീടുണ്ടെങ്കിലും അതിനകത്ത് സന്തോഷമില്ലെങ്കിലും സമാധാനമില്ലെങ്കിലും സ്വർഗമാകത്തില്ല. സ്വർഗമാകുന്നത് യേശുവോടെ ഉള്ളതുകൊണ്ടാണ്. നിത്യ സന്തോഷം അതിനകത്തുള്ളത് കൊണ്ടാണ്. ഭൗമികമായതൊന്നുമല്ല, ദൈവ സാന്നിധ്യമാണ് ഒരുവനെ സന്തോഷപുളകിതനാക്കുന്നത്. ദൈവത്തിൻ്റെ സംരക്ഷണ വലയമാണ് പലപ്പോഴും നമുക്ക് സെക്യൂരിറ്റി നൽകുന്നത്. യേശു പറഞ്ഞു, നിങ്ങൾ കലങ്ങുന്നത് എന്താണ്? നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണ് സംശയം വരുന്നത്? അവിടെ വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ തന്നെ ആകുന്നു എന്ന് യേശു പറയുകയാണ്. യേശു കൈയും കാലും ഒക്കെ കാണിച്ചു കൊടുത്ത്, നിങ്ങൾ പേടിക്കരുത്, നിങ്ങൾ ഭയപ്പെടരുത്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ എന്തിനാ പേടിക്കുക, എന്നെ തൊട്ടു നോക്ക്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നത്, അവനെ ഞങ്ങൾ തൊട്ടു നോക്കിയതാ, അവൻ്റെ മഹത്വത്തെ ഞങ്ങൾ കണ്ടവരാ. പത്രോസ് പറയും, ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ വ്യക്താക്കളാണ്, ഞങ്ങൾ സാക്ഷികളാണ്, മഹത്വം കണ്ട സാക്ഷിയായ ഞങ്ങൾ. സ്തോത്രം. ജീസസ് ഇസ് അലൈവ്. ഹല്ലേലൂയ. അവിടെ പറയുന്ന സന്തോഷത്തിൽ അതിശയിച്ച് നിൽക്കുമ്പോൾ യേശു അവിടെ എടുത്ത് ഒരു ഭക്ഷണം എടുത്ത് വരെ കഴിച്ചു വരെ കാണിച്ചു, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു. ഇത് ഭൂതമല്ല, ഇത് യേശു തന്നെയാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പലർക്കും വിശ്വസിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അവർക്കൊരു ബോധ്യം കൊടുത്ത്, കർത്താവ് പേടിക്കേണ്ടതേ, ഞാൻ ജീവിക്കുന്നെന്ന്. ഞാൻ മരിച്ചു, പക്ഷെ മരണത്തെ ഉയർത്തേത് ഞാൻ എന്നേക്കും ജീവിക്കുന്നവനാണ്. ഞാൻ നിങ്ങളുടെ ഇടയിലുണ്ട്, നിങ്ങൾ ഭയപ്പെടരുത്, ഞാൻ കൂടെയുണ്ട്. നിങ്ങൾ ഉറങ്ങുമ്പോൾ, നിങ്ങൾ മയങ്ങുമ്പോൾ, നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ, നിങ്ങൾ നടക്കുമ്പോൾ, നിങ്ങൾ ജോലികളിലായിരിക്കുമ്പോൾ, നിങ്ങൾ പ്രതികൂല അവസ്ഥകളായിരിക്കുമ്പോൾ, പ്രതിസന്ധികളായിരിക്കുമ്പോൾ, വേദനിക്കുന്ന അനുഭവങ്ങളായിരിക്കുമ്പോൾ, മറികടക്കാൻ കഴിയാത്ത വിഷയങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും ഞാനുണ്ടെന്ന് യേശു പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. അവരുടെ ബുദ്ധിയെ തുറന്നാണ് പറഞ്ഞിരിക്കുന്നത് തിരുവെഴുത്ത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പഴയ നിയമ ഭക്തനായ ദാവീദ് പറയുന്നുണ്ട്, പുതിയ നിയമത്തിൽ ഒന്നും കിട്ടിയിട്ടില്ല, പക്ഷെ പഴയ നിയമത്തിൽ കിട്ടിയത് ദൈവിക വചനം വായിക്കുമ്പോൾ ദാവീദ് പറയുന്നുണ്ട്. സമയം നമുക്ക് 110 സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിന്റെ വചനം എന്നെ ജീവിച്ചിരിക്കുന്നത്, നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്, എൻ്റെ കഷ്ടത്തിൽ എനിക്ക് ആശ്വാസമാകും. നിന്റെ വചനമാണ് എന്നെ ജീവിപ്പിക്കുന്നത്. നിന്റെ ന്യായപ്രമാണം എൻ്റെ ആയിരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. ദാവീദ് പറയുകയാണ്, ഞാനും നിങ്ങളും ഇന്നും ജീവിച്ചിരിക്കുന്നത്
ഇന്നും പ്രത്യാശയോടെ നിൽക്കുന്നത് ഈ തിരുവചനത്തിൽ പിടിച്ചു നിൽക്കുന്നതുകൊണ്ടാണ്. സ്തോത്രം. ഇതിനകത്ത് നമുക്ക് ആശ്രയിക്കാൻ കഴിയും, ഇതിനകത്ത് വിശ്വസിക്കാൻ കഴിയും, ഇതിനകത്ത് ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയും. തിരുവചനം എൻ്റെ അണ്ണാക്കിന് മധുരമാണ്. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ വായിൽ തേനിലും തേൻകട്ടയേക്കാളും നല്ലതാണെന്ന്. നിന്റെ വചനം എൻ്റെ കാൽപാദത്തിന് പ്രകാശമാണ്, ദീപമാണ്. അപ്പോൾ വചനത്തെ പറ്റി ദാവീദ് പറയുന്ന കാര്യം, കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുന്നു. ഭയങ്കര ദുഃഖം, ഭയങ്കര പ്രശ്നം, ആകപ്പാടെ വിഷമം, കഷ്ടത, ദുഃഖം, നിരാശ, ഹല്ലേലൂയ, ക്ഷീണം, തളർച്ച, ഹല്ലേലൂയ, ഒരു വിധത്തിനും പൊങ്ങാൻ പോലും പറ്റുന്നില്ല. മാനസികമായിട്ട് വല്ലാതെ അങ്ങ് തളർന്നിരിക്കുക. പക്ഷേ പറയുകയാണ്, എങ്കിലും നിന്റെ കൽപ്പനകൾ എനിക്ക് പ്രമോദമാകുന്നു, അതിനകത്ത് ഞാൻ സന്തോഷിക്കുക. ഇതിനകത്ത് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല ദൈവത്തിൻ്റെ സന്തോഷം ഒരിക്കലും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. ദൈവവചനത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ യു ഹാവ് ടു കം ബാക്ക് ടു ഗോഡ് അഗെയിൻ. അല്ലെങ്കിൽ ആ വെളിപ്പാടിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദാറ്റ്സ് ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ ഏറ്റവും വലിയ സന്തോഷം. കർത്താവാണ്, യേശുവാണ്, യേശുവിലുള്ള പ്രത്യാശയാണ്, യേശുവുമായിട്ടുള്ള കൂട്ടുബന്ധമാണ്. കർത്താവിലും ആമേൻ സന്തോഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ഭർത്താവിലുമല്ല. ആമേൻ, സ്തോത്രം, മറ്റൊന്നിലുമല്ല, കർത്താവിൽ സന്തോഷിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ സന്തോഷം, ആമേൻ, തിരുവചനം പറയുകയാണ്, ക്ഷണനേരത്തേക്ക് അവൻ്റെ കോപമുള്ളൂ, അവൻ്റെ പ്രസാദം മുഴുവൻ ജീവപര്യന്തമുള്ളതാണ്. ദൈവത്തിൻ്റെ കോപം ആമേൻ ചിലപ്പം നാളുകൾ കടന്നുപോയേക്കാം, പക്ഷേ അവൻ്റെ പ്രസാദം തലമുറയായിട്ടുള്ളതാണ്. അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ദൈവം മനുഷ്യനിൽ നന്മ കൊടുക്കുവാൻ, നല്ലത് കൊടുക്കുവാൻ തന്നെ ആഗ്രഹിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതിന് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഒരു പക്ഷേ എന്തെങ്കിലും ഒരു കണ്ണീര് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ കണ്ണീര്, കർത്താവേ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ, ഞാൻ ഇന്നതാകാൻ ആഗ്രഹിച്ചു, ഞാൻ ഇന്നതായില്ല, ഞാൻ ഇന്ന രീതിയിലൊക്കെ ആകുമെന്ന് ചിന്തിച്ചു, പക്ഷെ അങ്ങനെയൊന്നും ആയില്ല. ചിലതൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, ചിലതൊക്കെ കയ്യിലുണ്ടായിരുന്നു പോയി. ഇപ്പോൾ ഞാനിരിക്കുന്ന അവസ്ഥ വല്ലാത്തൊരു സിറ്റുവേഷനാണ്. സ്തോത്രം. എനിക്കതിനകത്ത് പുറത്തരാൻ കഴിയുമെന്ന് തോന്നില്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ദുഃഖിച്ച് ഭാരിച്ച് നമ്മളിങ്ങനെ വിഷമിച്ച് ഡിപ്രഷനൊക്കെ ആയിട്ട് ഇരിക്കാനല്ല എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ണീരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതവസ്ഥയിലും നമുക്ക് കർത്താവിൽ സന്തോഷിക്കാൻ തയ്യാറാകും. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ഏലിയാവ് ഭയങ്കര അതിശയങ്ങളൊക്കെ ചെയ്തു, തീ ഇറക്കി. പക്ഷേ നമുക്ക് കാണുന്ന പിന്നെ അടുത്ത ദിവസം സന്തോഷം പോയി, സമാധാനം പോയി, പ്രത്യാശയും പോയി. ചൂരച്ചെടിയുടെ ചോട്ടിലിരുന്ന് എഴുന്നേക്കാൻ പോലും പറ്റാതെ കിടക്കുന്ന ശക്തനായ, അഭിഷക്തനായ, ദൈവം എഴുന്നേൽപ്പിച്ച അതിശക്തന്മാരായ അഭിഷക്തന്മാരിൽ ഒരുവനായിരിക്കുന്ന ഏലിയാവ് തളർന്നു പോയതിൻ്റെ കാരണം ഒരൊറ്റ ചിന്തയാണ്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ശത്രുവിൻ്റെ വലിയ പദ്ധതിയാണ്. തിരിച്ചറിയണം കേട്ടോ. സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവമക്കൾ മുന്നേറാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, എനിക്ക് ചിലത് കിട്ടിയില്ലെന്നുള്ളതല്ല, മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്ന വലിയ രോഗത്തിൻ്റെ ദുഃഖമല്ല, അതേ ദൈവത്തിന് മാനസാന്തരത്തിൻ്റെ ഒരു കണ്ണുനീര് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ദുഃഖമുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ കർത്താവിനെ എൻ്റെ ചിന്തകളിലൂടെ, എൻ്റെ സംസാരത്തിലൂടെ, എൻ്റെ പ്രവൃത്തികളിലൂടെ, എൻ്റെ കൊടുക്കൽ വാങ്ങലുകളിൽ എവിടെയൊക്കെയോ കർത്താവേ എനിക്ക് ജീവിതത്തിൽ അപജയം വന്നുവെന്ന് ചിന്തിച്ച് ദൈവസന്നിധി, ദൈവത്തോടുള്ള സ്നേഹത്തിനകത്ത് നിന്നും പുറപ്പെട്ടു വരുന്ന കണ്ണീരാണ് ആമേൻ രക്ഷാ സന്തോഷത്തിലേക്ക് നയിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പലരും ആമേൻ ദുഃഖിച്ചും വിഷാദിച്ചും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അതൊക്കെ നമുക്ക് വിട്ടിട്ട് കർത്താവിൽ സന്തോഷിക്കാൻ നമുക്ക് തയ്യാറാകാം. ആമേൻ. അവിടെ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. രക്ഷയുടെ സന്തോഷം ഉള്ളിൽ നിന്ന് പോയി, എല്ലാം ഉണ്ട്, ബാക്കിയെല്ലാം ഉണ്ട്. പക്ഷേ ജീവിതത്തിൽ വീഴ്ച വന്നപ്പോൾ ദാവീദ് വീണ് കിടന്ന് കരയുമ്പോൾ ദാവീദ് പറയുന്നൊരു കാര്യമാണ്, ആമേൻ, കർത്താവേ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് മാറ്റരുതേ. രക്ഷയുടെ സന്തോഷം ഹി എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ ഒരിക്കലും പൈശാചികമള്ളത്തെ തകർക്കാൻ കഴിയാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ, ജീവിതത്തിൽ സകലതും പോയാലും രക്ഷയുടെ സന്തോഷമില്ലെങ്കിൽ ഹി ക്യാൻ ഡിഫീറ്റ് യു എനി ടൈം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് സ്വർഗത്തിൽ ഉത്തമ സമ്പത്തുണ്ടെന്ന് പൂർണ്ണമായിട്ട് അതോടൊന്ന് വിശ്വസിക്കാൻ തയ്യാറാകും.
ലോകത്തിൽ ഞാൻ ഒന്നും നേടിയില്ല. എത്ര നാളും ലോകത്തിലുണ്ടാകും തന്നെ നമുക്കറിയത്തില്ല. എന്തെല്ലാം നമ്മൾ നേടുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ എല്ലാം നേടിയിട്ടും നമുക്ക് സ്വർഗം നഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം? നീർക്കുമകൾ പോലെയുള്ള ലോകത്തിൻ്റെതായ ജഡിക സുഖങ്ങൾക്ക് പിന്നാലെ ഓടി ദൈവത്തിൻ്റെതായ കോപത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായ അത് ശിക്ഷാവിധിയിൽ അകപ്പെടുന്നതിനപ്പുറമല്ലേ അല്പമായിരിക്കുന്ന അവൻ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടങ്ങളും ദുഃഖങ്ങളും വേദനകളും ഇല്ലായ്മകളൊക്കെ ഉണ്ടായാലും ആമേൻ കഥാവ് എനിക്ക് വേണ്ടി നിത്യ സന്തോഷം, നിത്യരക്ഷ എൻ്റെ യേശു എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞ പഴയ നിയമ ഭക്തനുണ്ടായിരുന്നു. അദ്ദേഹം ദാവീദ് എന്ന അദ്ദേഹത്തിൻ്റെ പേര്. ഏറ്റവും വലിയ കഠിനമായ പാപം ചെയ്യുമ്പോഴും ദാവീദ് പറയുകയാണ്, കഥാവെ എന്നിൽ നിന്നും സന്തോഷം എടുത്തുകൊണ്ട് പോരുത്. സ്തോത്രം. സൗല് പറഞ്ഞു, എനിക്ക് രാജസ്ഥാനം വേണം, എനിക്ക് മടക്കി തരണം. പാപം ചെയ്യുമ്പോഴും മാനസാന്തരമില്ല സൗലിന്. യൂദാസിന് മാനസാന്തരമില്ലായിരുന്നു. പത്രോസിന് മാനസാന്തരം ഉണ്ടായിരുന്നു. മാനസാന്തരത്തിൻ്റെ കണ്ണുനീർ ആമീൻ കണ്ണിലൂടെ ഒലിച്ചിറങ്ങുമ്പോൾ അതിൻ്റെ പിന്നിൽ അതിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് ആർക്കും തരാൻ കഴിയാത്ത സന്തോഷമാണ്. ഈ ലോകത്തിൽ ആർക്കും തരാൻ കഴിയാത്ത ഏത് പാപവും ഏത് സമയത്തും ദൈവസന്നിധി ഏറ്റു പറയാൻ തയ്യാറാണെങ്കിൽ അതേ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. എൻ്റെ വാക്കുകൾ പല ചില മറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ഈ നമ്മൾ കേട്ട വചനം നമുക്ക് ഈ ദിവസം അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിലെപ്പോഴും സന്തോഷിപ്പേൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. സ്തോത്രം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ചത് യേശുവായിരുന്നു. സ്തോത്രം. പക്ഷേ ഒരു നിമിഷം മാത്രമേ യേശുവിൻ്റെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടുള്ളൂ. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് വചനം ക്ലോസ് ചെയ്യാം ഇന്നത്തേക്ക്. ആമേൻ. കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതെ, കർത്താവ് എപ്പോഴും സന്തോഷമുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് കർത്താവിനെ പറ്റി പറയുന്നത് വിശ്വാസ നായകനും എബ്രായക്കാർക്ക് ലേഖനം 12 പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. എന്നെ നോക്കരുത്. ആമേ. ഒരു പാസ്റ്ററെ നോക്കരുത്. ഒരു അച്ഛനെ നോക്കണ്ട. സ്തോത്രം. ഒരു മുതലാളിയെ നോക്കണ്ട. ഒരു സ്പോൺസറെ നോക്കണ്ട. യേശുവിനെ നോക്ക. ആമേൻ. കാരണം യേശു ക്രിസ്തു കാണിച്ചൊരു മാതൃകയുണ്ടായിരുന്നു. ആമേൻ. സകലരും കൈവിടുമ്പോഴും സകലരും കൂടെയിൽ നിന്ന വരലും വിട്ടുമാറുമ്പോഴും അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. കാരണം മുമ്പിലുള്ള സന്തോഷം, ക്രൂശിനപ്പുറത്തൊരു സന്തോഷം. കർത്താവ് പറയുന്നത് നിങ്ങൾ വിശ്വസ്തരായി ഒരു താലന്താണ് ഒരു താലന്ത് അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ വിശ്വസ്തയോടെ വ്യവഹാരം ചെയ്യുക. അതിന് ശേഷം തൻ്റെ ദാസന്മാർ യേശു വരുമ്പോൾ പ്രതിഫലം കൊടുക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ നിത്യ സന്തോഷത്തിലേക്ക്. Come on. God is calling you into that. നിത്യമായൊരു സന്തോഷത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുകയാണ്. ഇന്ന് രാത്രി നമ്മളെ ദൈവം വിളിച്ചാലും വിശ്വാസിക്ക് ഒരു ഉറപ്പുണ്ട്, ഞാൻ പോകുന്ന അധമ പാതാളത്തിലേക്കല്ല, ഞാൻ പോകുന്നത് നിത്യ സന്തോഷത്തിലേക്കാണ്. കർത്താവിനോട് ആയിരിക്കുന്നതാണ് എനിക്ക് സന്തോഷം. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞേ, ഒന്നുമില്ലെങ്കിലും എനിക്ക് എൻ്റെ കർത്താവിന് ഈ ഭൂമിയിൽ എന്തെല്ലാം കിട്ടിയ എനിക്ക് സന്തോഷമില്ല, എനിക്ക് എൻ്റെ കർത്താവിനോട് കൂടെയാണ് സന്തോഷം. കർത്താവ് ഒറ്റ പ്രാവശ്യം മാത്രമേ സ്തോത്രം നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുള്ളൂ. അത് ക്രൂശിൽ ഏലി ഏലി ലമാ ശമഖഥാനി എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന യേശുവിന് പിതാവേ നീ എന്നെ എന്തുകൊണ്ട് ദൈവമേ നിന്നെ കൈവിട്ടു എന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം തൻ്റെ ശരീരത്തിലേക്ക് ലോകത്തിൻ്റെ പാപം മുഴുവൻ സ്വന്തം ചുമലിലേക്ക് ഏറ്റെടുക്കുമ്പോൾ അവനൊരു മനുഷ്യനായി തീരുകയായിരുന്നു. ദൈവവും മനുഷ്യനുമായി ഒരുമിച്ച് മനുഷ്യനും ദൈവവുമായി തന്നെ ഇരിക്കുമ്പോൾ ക്രൂശിൽ മനുഷ്യൻ്റെ സ്ഥാനത്ത് കർത്താവ് നിൽക്കുകയാണ്. ഞാനും നിങ്ങളുമായി നിൽക്കേണ്ട സ്ഥാനത്ത് യേശു നിന്നു. അവിടെ ആ പാപത്തിൻ്റെ ഭാരം, ലോകത്തിന് മുഴുവൻ പാപവും ജീവിതത്തിലേക്ക് വന്നപ്പോൾ ദൈവസാന്നിധ്യം മാറിപ്പോയി. അപ്പോൾ യേശു ചോദിച്ചു, കർത്താവേ പിതാവേ, ദൈവം അന്നാണ് ദൈവം എന്ന് പറയുന്നത്, ദൈവമേ നീ എന്തുകൊണ്ട് കൈവിട്ടു? അന്ന് വരെ പിതാവായിരുന്നു, പക്ഷേ ഒരു മനുഷ്യനായപ്പോൾ ദൈവമേ നീ എന്നെ കൈവിട്ടു. കാരണം ദൈവസാന്നിധ്യം മാറി, സന്തോഷം നഷ്ടപ്പെട്ടു. 3 ദിവസത്തോളം പാതാളത്തിലേക്ക് പോകുമ്പോൾ ആമേൻ ആ പിതാവിൻ്റെ സാന്നിധ്യവും കൂട്ടുബന്ധവും നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് കർത്താവ് നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ആ പാതാളത്തിലേക്ക് ഇറങ്ങുമ്പോഴും അവിടെയും ദൈവപ്രവൃത്തി ചെയ്തിട്ട് സ്തോത്രം കർത്താവിന് ഒറ്റ ഉദ്ദേശമുള്ളായിരുന്നു, ക്രൂശിനപ്പുറത്ത് സന്തോഷമുണ്ട്, അതെനിക്ക് പ്രാപിക്കണം. എൻ്റെ ക്രൂശ് അല്ല എനിക്ക് വിഷയം, ക്രൂശിനപ്പുറത്ത് സന്തോഷമാണ് വിഷയം.
ദൈവകരങ്ങളിലേക്ക് എത്ര ഏൽപ്പിക്കും? ഓൺലി വൺ തിങ് ക്യാൻ സെപ്പറേറ്റ് യു ആൻഡ് മീ ഫ്രം ഗോഡ്, ആൻഡ് ദാറ്റ് ഇസ് സിൻ. പാപത്തിന് മാത്രമേ. നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവായിരിക്കാം, നമ്മുടെ ഒരു പക്ഷേ നമ്മുടേതായ ചിന്തകളായിരിക്കാം, നമ്മുടേതായ സ്വഭാവ രീതികൾ, നമ്മുടെ ജഡത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും പലപ്പോഴും നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്തിക്കുക. നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുന്നത് നമ്മൾ തന്നെയാണ്, ദൈവമല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമുക്ക് എവിടെയെങ്കിലും നമുക്ക് അസ്വസ്ഥതകളുണ്ടെങ്കിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും. കർത്താവേ, ആ അസ്വസ്ഥത നീക്കണം, ആ വേദനയൊന്ന് മാറ്റണം. കർത്താവേ, എനിക്ക് സന്തോഷം, എനിക്ക് സമാധാനമാണ്. യു ഹാവ് ടു വിൻ. ആമേൻ. നമുക്കതൊരു ബാറ്റിലാണ് ഈ ദിവസങ്ങൾ നമുക്ക് നേടിയെടുക്കണം. അത് ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ കൂടുതൽ നൽകുവാനാണ്. ആ സന്തോഷവും സമാധാനവും പ്രത്യാശയും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകുവാൻ തക്കവണ്ണം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ആമേൻ ഈ ദിവസങ്ങളിലും ആ സമാധാനവും സന്തോഷവും ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. അവൻ എല്ലാവരുടെ കണ്ണിൽ നിന്നും സകല കണ്ണുനീരും കർത്താവ് മാറ്റും. അവസാന വാക്യം റെവലേഷൻസ് തീരെങ്ങനെയാണ്? എല്ലാ കണ്ണുനീർ, ഒറ്റ കണ്ണുനീർ പോലും ബാക്കിയാകത്തില്ല ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ. ആ കണ്ണുനീർ ഒരു പക്ഷേ ചിലർ പറയുന്ന പ്രിയപ്പെട്ടവർ ആമേൻ അനേകർ നഷ്ടപ്പെട്ടു പോയതിൻ്റെ കണ്ണീരായിരിക്കാം. പക്ഷേ അവിടെ എല്ലാ കണ്ണീര് കർത്താവ് തുടച്ചു മാറ്റും. അവിടെ പറയുന്നു, ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി, സിംഹാസനം ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്നരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം